വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 35/2025 എന്ന കോഡോടുകൂടിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മെയ് 17 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പിന്നെ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് നമ്മൾ ടെലഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. വോയിസ് ക്ലാസ് പ്ലസ് PDF നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെയ്ഡ് കോഴ്സാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ കണ്ടൻറ്റുകളെല്ലാം PDF നോട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 35/2025 എക്സാം ഡേറ്റ് 17/5/2026 ആയിരുന്നു. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ആർട്ടിക്കിൾ 19(1)(c) ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് സിറ്റിസൺസ് റൈറ്റ്. ഇത് GK ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. GKയിൽ നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് GK ഇടാം, ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം കേട്ടോ. ആർട്ടിക്കിൾ 19(1)(c) ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് സിറ്റിസൺസിൻ്റെ ഏത് അവകാശം, ഏത് റൈറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഫോം അസോസിയേഷൻസ് ആണോ, ടു ഫോം യൂണിയൻസ് ആണോ, ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ. അപ്പോൾ 19(1)(c) ഇതെല്ലാം നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഉത്തരമായിട്ട് ഏതാ വരിക? ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരമായിട്ട് വരിക. നമുക്കെല്ലാം 19(1)(c) പ്രകാരം നമുക്ക് ഇതെല്ലാം എന്താണ് തുടങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ടു ഫോം അസോസിയേഷൻസ്, ടു ഫോം യൂണിയൻസ്, ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതാണ് 19(1)(c) അല്ലേ. നമുക്കറിയാം 19(1)(c). അപ്പോൾ അത് പഠിക്കുക. പിന്നെ ആർട്ടിക്കിളിൻ്റെ ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും പഠിക്കണം നിർബന്ധമായിട്ട്. ഈ ഒരു 19 ഭാഗം കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ അമെൻമെൻറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പഠിക്കാതിരിക്കരുത്. നമ്മൾ പഠിക്കുക. ഡേറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വിച്ച് വാസ് എ ഫെഡറേഷൻ ഓഫ് ദ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് വാസ് ലൊക്കേറ്റഡ് അറ്റ്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വിച്ച് വാസ് എ ഫെഡറേഷൻ ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് വാസ് ലൊക്കേറ്റഡ് അറ്റ്. എവിടെയാണ് അതിൻ്റെ സ്ഥലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലണ്ടൻ ആണോ, ലിവർപൂൾ ആണോ, മാഞ്ചസ്റ്റർ ആണോ, ബ്രൈറ്റൺ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാഞ്ചസ്റ്ററിലാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. അതാണ് അവരുടെ ഫെഡറേഷൻ. റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഫെഡറേഷൻ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എവിടെയാണ്? മാഞ്ചസ്റ്ററിലാണ് കേട്ടോ. വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ RBI ഇൻ July 1965 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് B. വെങ്കിട്ടപ്പൈ. B. വെങ്കിട്ടപ്പൈ കാണുമ്പോൾ തന്നെ ഏത് കമ്മിറ്റിയാണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ A തന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ ആണ്. പിന്നെ ക്രാഫിക്കാർഡ് തന്നിട്ടുണ്ട്, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി തന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? വെങ്കിട്ടപ്പൈ കാണുമ്പോൾ അറിയാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് എന്ത് 1965 അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റി. അപ്പോൾ ആരാണ് അപ്പോയിൻ്റ് ചെയ്തത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. RBI ആണ് അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ ആരെ അപ്പോയിൻ്റ് ചെയ്തു എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. റിവ്യൂ കമ്മിറ്റി വെങ്കിട്ടപ്പൈ ആണ്, ജൂലൈ 1965 ആണ്. RBI ആണ് അപ്പോയിൻ്റ് ചെയ്തത് എന്നും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓൺ ഹൂസ് റെക്കമെൻഡേഷൻ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഓർഡിനൻസ് വാസ് പ്രൊമുലേറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓൺ 26 സെപ്റ്റംബർ 1975. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് RRBയുടെ ഓർഡിനൻസ് വന്നതെന്നാണ്. അപ്പോൾ ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു? ക്രാഫിക്കാർഡ് ഉണ്ട്, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, വർക്കിംഗ് ഗ്രൂപ്പ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് മിസ്റ്റർ നരസിംഹ ഉണ്ട്, VL മെഹത്ത ഉണ്ട്. അപ്പോൾ RRB നമുക്ക് ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കണക്ഷൻ ഉള്ളത്? നരസിംഹമാണല്ലേ. അപ്പോൾ നരസിംഹത്തിൻ്റെ റെക്കമെൻഡേഷൻ ഫലമായിട്ടാണ് വന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ടു ഓർഗനൈസ് ഫാർമർ സർവീസ് സൊസൈറ്റീസ്. ആരാണോ അപ്പോയിൻറ്റ് ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷനാണോ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണോ, നരസിംഹമാണോ, നാഷണൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ? ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. എന്ത് ഓർഗനൈസ് ചെയ്യാനാണ് പറഞ്ഞത്? ഫാർമർ സർവീസ് സൊസൈറ്റികൾ ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞ കമ്മിറ്റി. അതാണ് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഇതിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് അത് റെക്കമെൻഡ് ചെയ്ത് FSS തുടങ്ങാൻ അല്ലേ, ഓർഗനൈസ് ചെയ്യാൻ, ഫാർമർ സർവീസ് സൊസൈറ്റികൾ ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞത് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1970 RN മിർത്ത
വെറുതെ ആയിരുന്നു ചെയർമാനായിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 1917 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ബാങ്ക്സ് ആർ കവേർഡ് അണ്ടർ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൽ കവർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ്. എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും, പിന്നെ ആരൊക്കെയുള്ളത്, RRBs ഉണ്ട് അല്ലേ, RRBകളുണ്ട്. പിന്നെ പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ എന്ന് കൊടുക്കരുത്, ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് കൊടുക്കണം. ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഇതിൽ ഉൾപ്പെടുന്നവരുള്ളത് കേട്ടോ. സോ അവിടെ ഉത്തരമായിട്ട് നമുക്ക് ഏതെടുക്കാം? ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എടുക്കാം, റീജിയണൽ റൂറൽ ബാങ്ക് എടുക്കാം, പിന്നെ ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഷെഡ്യൂൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനുമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ പരിധിയിൽ വരുന്നത്. ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, RRBs ആൻഡ് ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് കേട്ടോ. അർബൻ കോപ്പറേറ്റീവിൽ തന്നെ ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അവർക്കും ഷെഡ്യൂൾഡ് ആണെങ്കിൽ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത് ദ തീം ഫോർ ദ 102 ആണ് ചോദിച്ചിട്ടുള്ളത്. 102ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 102 എന്ന് പറയുമ്പം 2024 കേട്ടോ. 102ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ്, നമ്മളങ്ങനെ പഴയത് അങ്ങനെ നോക്കാറില്ല, പക്ഷേ ഇവർ ചോദിച്ചത് 102ാമത്തെയാണ്. ഇത് മെയ് മാസം നടന്ന എക്സാമാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ആയതുകൊണ്ടാവാം അല്ലേ, കുറച്ച് പഴയത്. അങ്ങനെ 102ാമത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 102ാമത്തെ ഏതായിരുന്നു ഉത്തരമായിട്ട് വന്നത്? നമ്മൾ മുൻപത്തെ ഒന്നും അങ്ങനെ നോക്കാറില്ല അല്ലേ. ഈ വർഷത്തെയും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025ഉം 2026 നോക്കിയിട്ട് പോകും, അങ്ങനെയാണ് നമ്മൾ നോക്കലുള്ളൂ. പക്ഷേ ഇതിപ്പോൾ 2024 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2026 സ്റ്റാർട്ടിംഗ് ആണല്ലോ, അപ്പോൾ ആ വർഷത്തെ വന്നിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം. 102ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഏതായിരുന്നു? 102ാമത്തെ കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നതായിരുന്നു 102ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ തീം. അപ്പോൾ ഒരു 4 വർഷത്തെ തീമെങ്കിലും നോക്കി വയ്ക്കാം. 100 തൊട്ടിട്ട് നോക്കി വെച്ചാലും കുഴപ്പമില്ല. 100, 101, 102, 103, 104 വരെ നോക്കാം. 104 ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊരു 4 നോക്കി വെച്ചാൽ നമ്മൾ സേഫ് ആവും. അപ്പോൾ 102ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്തായിരുന്നു? കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നതായിരുന്നു 102ാമത്തെ. പിന്നെ 103ാമത്തെ എന്തായാലും പഠിക്കണം. 2025 കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നായിരുന്നു. 2025 കേട്ടോ. പിന്നെ ഇപ്പോൾ നടന്ന ജൂലൈ 4, 2026 നടന്നതും എന്തായാലും നോക്കണം. 104ാമത്തെയാണത്. അതിൻ്റെ കോപ്പറേറ്റീവ്സ് ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നാണ് കേട്ടോ. കോപ്പറേറ്റീവ്സ് ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നാണ്. അപ്പോൾ 100 തൊട്ട് അല്ലെങ്കിൽ 101 തൊട്ടിട്ട് ഇനി ഇങ്ങോട്ടുള്ള 104 നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്യാം. കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ വോളാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരും. പിന്നെ ഇതും പഠിക്കുക, 2025 പഠിക്കുക. കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഡ്രൈവ് ചെയ്ത് പോകുകയെന്ന്. മറ്റേതിൽ പിന്നെ പീസാണുള്ളത്. 2026 ശാന്തി സമാധാനവും ആലോചിക്കുക. അപ്പോൾ കോപ്പറേറ്റീവ്സ് ഫോർ എ പീസ്ഫുൾ വേൾഡ് കിട്ടും കേട്ടോ. പീസ്, കാരണം യുദ്ധങ്ങളൊക്കെ വന്നതല്ലേ 2026. അപ്പോൾ യുദ്ധവുമായി കണക്ട് ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ്സ് ഫോർ എ പീസ്ഫുൾ, ശാന്തതയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കാത്ത ക്വസ്റ്റ്യനാണ്. നല്ല റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലർക്കിന് കയറി വരാം അല്ലേ. ദ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഫോർ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വാസ് റീപ്ലേസ്ഡ് ബൈ ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫ്രം. ഏത് വർഷം തൊട്ടിട്ടാണ് ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെൻറ്റ്സ് തുടങ്ങിയത് എന്നാണ് പറഞ്ഞത്. അതായത് പണ്ടുണ്ടായിരുന്ന ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം സ്റ്റേറ്റിനും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലും അത് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെൻ്റ് ആയി മാറി. അത് എന്ന് തൊട്ടിട്ടാണ് വന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കേൾക്കാത്ത നല്ലൊരു ക്വസ്റ്റ്യനാണത്. ഏപ്രിൽ 2000 തൊട്ടിട്ടാണ് കേട്ടോ. ഏപ്രിൽ 2000 ഉത്തരമായിട്ട് വരിക. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഏപ്രിൽ 2000 പഠിച്ചു വയ്ക്കുക കേട്ടോ. ദ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഫോർ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വാസ് റീപ്ലേസ്ഡ് ബൈ ക്രെഡിറ്റ് മോണിറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 2000. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്നും കൂടി അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നന്നായി റെഫർ ചെയ്യുക കേട്ടോ. മാർക്ക് തന്നെയാണ് ഇടുന്നത്, അപ്പോൾ അത് വായിച്ച് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു റയർ ക്വസ്റ്റ്യനാണ്. ഫെഡറിക് കുറച്ച് പേരെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടൈലറെ തന്നിട്ടുണ്ട്. അപ്പോൾ ടൈലറും ഫയോളും ഡ്രക്കറും ഒക്കെ നമ്മൾ കേൾക്കാത്ത ഹേഴ്സ്ബർഗും അറിയാം, പഠിച്ച കുട്ടികൾക്ക് അറിയാം. ഹേഴ്സ്ബർഗ് ജോബ് എൻറിച്ച്മെൻറ്റുമായി കണക്ട് ചെയ്താണ്. ഫാദർ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ജോബ് എൻറിച്ച്മെൻ്റ് ആണ് ആര്? ഹേഴ്സ്ബർഗ് അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം.
രണ്ടാളെ അറിയിച്ചാൽ പിന്നെ നമുക്ക് ഓപ്ഷൻസ് എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടെയ്ലറാണുള്ളത്. ടെയ്ലർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ പീറ്റർ ഓഫ് ഡ്രക്കർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യത്തെ ടെയ്ലറാണ് അല്ലേ. ടെയ്ലറാണ് ഷോപ്പ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ടെയ്ലർ. ഹെൻറി ഫയോൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹെൻറി ഫയോൾ മാനേജ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ തന്നെയുള്ളൂ. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ആരാണ്? ഹെൻറി ഫയോളാണ്. അപ്പോൾ അതങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഡ്രക്കറാണ്. ഡ്രക്കർ ദ എൻഡ് ഓഫ് എക്കണോമിക് മാൻ എന്ന് അഭിപ്രായപ്പെട്ടത് ഡ്രക്കറാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രക്കർ അതാണ് ഉത്തരമായിട്ട് വരിക. പിന്നെ നമ്മൾ പറഞ്ഞു ഹേഴ്സ്ബർഗ് എന്ന് വെച്ചാൽ ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാം ഫാദർ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ് ചോദിച്ചാൽ ആരാണ്? ഫെഡറിക് ഹേഴ്സ്ബർഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? എ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. എ ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എ ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഫെഡറിക് വിൽസ്ലോ, അത് ഫുള്ളാണ്. FW ടൈലർ എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ FW ടൈലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷോപ്പ് മാനേജ്മെൻറ്റുമായി കണക്ട് ചെയ്ത് വെക്കുക. ഹെൻറി ഫയോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയാണ്. പീറ്റർ ഓഫ് ഡ്രക്കർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ എൻഡ് ഓഫ് എക്കണോമിക് മാൻ ആണ്. പിന്നെ ഫെഡറിക് ഹേഴ്സ്ബർഗ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. ജോബ് എൻറിച്ച്മെൻറ്റ് നമ്മുടെ ആ ഭാഗത്ത് ചോദിക്കാറുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ തിയറി ഭാഗത്തുനിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് റിക്രൂട്ട്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റനാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്താണെന്നും ജോബ് എൻറിച്ച്മെൻറ്റിൻ്റെ പിതാവ് ആരാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഭാഗത്തുള്ളൊരു ക്വസ്റ്റനാണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ പ്രസ്താവന എടുക്കാനാണ് പറയുന്നത് കേട്ടോ. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ ഇറ്റ്സ് ബൈലോ ഈസ് കോൾഡ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. Linking of credit with marketing was an outstanding recommendation of Mirda Committee. Kisan Se Kitchen Tak relates to NAFED ആണോ? ആനുവൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ PACS. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അല്ലേ, നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. ഷെയർ ക്യാപിറ്റൽ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് മേലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഒരു മിർദ കമ്മിറ്റിയുടെ ഔട്ട്സ്റ്റാൻഡിങ് റെക്കമെൻഡേഷനാണ് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് നമ്മളെ സർവേ കമ്മിറ്റിയുടെയാണ്, അല്ലാതെ മിർദ കമ്മിറ്റിയുടെ അല്ല. അപ്പോൾ അതുകൊണ്ട് മിർദയാണ് തെറ്റ് കേട്ടോ. പിന്നെ കിസാൻസെ കിച്ചൻ തക്ക് എന്താണ്? നാഫഡിൻ്റെ മായി ബന്ധപ്പെട്ടതാണ്. ആനുവൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? PACS ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ കടന്നു വന്നു തുടങ്ങി. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തുനിന്നും നമുക്ക് അറിയണം അല്ലേ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അപ്പോൾ നന്നായിട്ട് വായിക്കണം. സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ഇരിക്കരുത്. വായിച്ച് എടുക്കുക ഓരോ ഭാഗങ്ങളായിട്ട് കേട്ടോ. ഡാഷ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് ആൻ എറർ ഇൻ ഓഡിറ്റിംഗ്. ഈ ഭാഗത്തുനിന്ന് ഓഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ധാരാളം. അപ്പോൾ നമ്മൾ എന്തായാലും ഓഡിറ്റിംഗ് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഡാഷ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് ആൻ എറർ ഇൻ ഓഡിറ്റിംഗ്. എറർ ഇൻ ഓഡിറ്റിങ്ങിൽ പെടുത്താത്തതാണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ പോളിസി എറർ ഓഡിറ്റിങ്ങിൻ്റെ എററുമായി ബന്ധപ്പെട്ടതാണോ? ക്ലറിക്കൽ എറർ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം മാനേജ്മെൻറ്റ് പോളിസി എറർ നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ എററിൽ ഉള്ളതല്ല. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരം. നോട്ട് ക്ലാസിഫൈഡ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? അതെ. ക്ലറിക്കൽ എററും കോമ്പൻസേറ്റിംഗ് എററും എറർ ഓഫ് പ്രിൻസിപ്പിളും എല്ലാം ഓഡിറ്റിങ്ങിൻ്റെ എറേഴ്സിൽ ഉൾപ്പെട്ടതാണ്. മാനേജ്മെൻറ്റ് പോളിസി എറർ അതിൽ ഉൾപ്പെട്ടതല്ല. ഇനി അടുത്തത് ഇൻറ്റേർണൽ ഓഡിറ്റ് ഡൺ ചെയ്യുന്നത് ആരാണെന്നാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇൻറ്റേർണൽ സ്റ്റാഫാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റി ആണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയി ആണ് ഉത്തരം. എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുക? ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് നോട്ട് യൂഷ്വലി ഡൺ ഓൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എൻറ്റിറ്റി. താഴെ പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റിയിൽ ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൽ ഗവൺമെൻറ് ഓഡിറ്റ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുക. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും ഗവൺമെൻറ് ഓഡിറ്റ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുക. ഗവൺമെൻറ് കമ്പനീസിലും ഗവൺമെൻറ് ഓഡിറ്റാണ്. പക്ഷേ പബ്ലിക് കമ്പനീസിൽ ഗവൺമെൻറ് ഓഡിറ്റ് അല്ല. കമ്പനീസ് ഓഡിറ്റ് പ്രകാരം ഒരാളെ വെച്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം പബ്ലിക് കമ്പനീസിൽ ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുകയല്ല ചെയ്യണം കേട്ടോ.
പബ്ലിക് കമ്പനീസിൽ ഗവൺമെൻറ് ഓഡിറ്റ് അല്ല നടത്തുന്നത്. ബാക്കിയെല്ലാ സ്റ്റാറ്റ്യൂട്ടറിയിലാണെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലാണെങ്കിലും ഗവൺമെൻറ് കമ്പനീസിലാണെങ്കിലും ഗവൺമെൻറ് ഓഡിറ്റാണ് നടത്തുക. വിച്ച് വൺ ഈസ് നോട്ട് എ റൈറ്റ് ഓഫ് എൻ ഓഡിറ്റർ? ഒരു ഓഡിറ്ററിന് അവകാശം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ടു റിസീവ് നോട്ടീസ് കിട്ടാനുള്ള അധികാരം ഓഡിറ്റർക്ക് ഉണ്ട്. പിന്നെ റൈറ്റ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട് അതും ഉള്ളതാണ്. റൈറ്റ് ടു ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ആ ഒരു അവകാശമുണ്ട്. റൈറ്റ് ടു ഓൾട്ടർ മാനേജ്മെൻറ്റ് ഡിസിഷൻ അങ്ങനെ ഒരു അവകാശമില്ല. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനിൽ കയറി അഭിപ്രായം പറയാനോ അത് ഓൾട്ടർ ചെയ്യാനോ അവർക്ക് അധികാരമില്ല. കാരണം ആൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം തെറ്റുണ്ടെന്ന് അല്ലേ, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. അല്ലാതെ അത് ഓൾട്ടർ ചെയ്യാൻ മാനേജ്മെൻറ്റ് ഡിസിഷൻ ഓൾട്ടർ ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കില്ല, ഓഡിറ്റർക്കില്ല. സോ അതുകൊണ്ട് അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡാഷ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയീസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ വർക്ക് പെർഫോംഡ് ബൈ വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ചെക്ക്ഡ് ബൈ അനദർ. ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാൾ ചെക്ക്ഡ് ബൈ അതർ, മറ്റൊരാൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അതൊരു അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. ഒരാൾ ചെയ്യുന്ന ജോലി മറ്റൊരാൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ എറേഴ്സ് കുറയും. അപ്പോൾ അതിൻ്റെ ഒരു സമ്പ്രദായത്തിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ അത്? ഇൻറ്റേർണൽ ചെക്കാണ് അല്ലേ. ഇൻറ്റേർണൽ ചെക്കാണ്. പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓഡിറ്റിൽ നിന്ന് അങ്ങനെ കടന്നു വരുന്നില്ല നമ്മുടെ ക്ലർക്കിന് കേട്ടോ. പക്ഷേ സെക്രട്ടറിക്കും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ഒക്കെ ഓഡിറ്റിങ് വരാറുണ്ട്. അപ്പോൾ ഓഡിറ്റിങ് ഒഴിവാക്കരുത്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടണം, ആ രീതിക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു അസർട്ടൈൻ the authenticity of books of accounts of an entity. Dash is concerned with examining documentary evidence വെച്ചിട്ട് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ഓതൻറ്റിറ്റി അതിൽ ഒരു പിന്നെ ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ച് നമ്മൾ ഒരു കറക്റ്റായിട്ട് നോക്കുമല്ലേ, ഇത് നടന്നതല്ലേ, ഇതിന് തെളിവുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തെടുത്താൽ ചെക്ക് ചെയ്യുക, എന്താ എടുക്കുക? വൗച്ചിങ് അല്ലേ. അതിന് പറയുന്നതാണ് വൗച്ചിങ്. ഒരു ട്രാൻസാക്ഷൻ്റെ ഓതൻറ്റിസിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ വൗച്ചറാണ്. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൗച്ചിങ്. വൗച്ചിങ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു അസർട്ടൈൻ ദ ഓതൻറ്റിസിറ്റി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി എന്നതാണ് ഉത്തരം. അപ്പോൾ വൗച്ചിങ് ആണ് കേട്ടോ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എഫിഷ്യൻസി ഓഡിറ്റിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ എഫിഷ്യൻറ്റ് performance of employees, optimum utilization of investment, launching of a new product, assessment of the efficiency of the management. ഇതിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എഫിഷ്യൻസി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസി നോക്കാനാണ്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് നോക്കാനാണ് എഫിഷ്യൻസി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. Next question, dash is a register maintained by the audit staff to record important points observed. അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഡൗട്ട്ഫുൾ ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻസും ക്ലാരിഫിക്കേഷൻസും ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച സാധനങ്ങളൊക്കെ ഓഡിറ്റ് സ്റ്റാഫ് റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്ററിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? ഓഡിറ്റ് ബുക്ക് എന്നാണ് അതിനെ പറയുക കേട്ടോ. അതിന് പറയുന്ന പേരെന്താ? ഓഡിറ്റ് ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ബുക്കാണ് അതിന് പറയുന്ന പേര്. ഓഡിറ്റ് ബുക്ക് ഈസ് എ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒബ്സർവ്ഡ്, എറേഴ്സ്, ഡൗട്ട്ഫുൾ ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, എക്സ്പ്ലനേഷൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ടു ബി റിസീവ്ഡ് ഫ്രം ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൽ നിന്നും ആൾ ഇന്ന കാരണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതൊക്കെ എഴുതിയെടുക്കുന്നതാണ് ഓഡിറ്റ് ബുക്കിൽ. ഓക്കെ, അടുത്തത് ഡാഷ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. കാണാനോ തൊടാനോ കഴിയാത്ത തരത്തിലുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണെന്ത്? ലാസ്റ്റിംഗ് ആണോ, കണ്ടിൻജൻ്റ് ആണോ, ക്ലാസിഫൈഡ് ആണോ, ഇൻടാഞ്ചിബിൾ ആണോ? ഇപ്പോൾ ഇൻടാഞ്ചിബിൾ അല്ലേ, തൊടാൻ സാധിക്കില്ല, കാണാൻ സാധിക്കില്ല, അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഡു നോട്ട് കൺസിഡർ ഫോർ ഡിപ്രിസിയേഷൻ ഓഫ് എ ഫിക്സഡ് അസറ്റ്? ഒരു ഫിക്സഡ് അസറ്റ് കൺസിഡർ ചെയ്യുമ്പം ഏത് ഫാക്ടറാണ് ഡു നോട്ട് കൺസിഡർ ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. കോസ്റ്റ് ഓഫ് അസറ്റ് ആണോ, മാർക്കറ്റ് പ്രൈസ് ആണോ, യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ്, സാൽവേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കാണുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് സാൽവേജ് വാല്യൂ കുറച്ച് ഡിവൈഡഡ് ബൈ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റാണ് നമ്മൾ നോർമലി ഡിപ്രിസിയേഷൻ, ആനുവൽ ഡിപ്രിസിയേഷൻ കാണാനുള്ള ഫോർമുല.
അപ്പോൾ അതുകൊണ്ട് അവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് വരുന്നുണ്ട്, പിന്നെ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് വരുന്നുണ്ട്, സാൾവേജ് വാല്യൂ അതായത് സ്ക്രാപ്പ് വാല്യൂ അവസാനം കിട്ടുന്നത്. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടില്ലേ, ഒരു സാധനത്തിൻ്റെ നോർമൽ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, അതാണ് സ്ക്രാപ്പ് വാല്യൂ, സാൾവേജ് വാല്യൂ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ മാർക്കറ്റ് പ്രൈസ് വരുന്നില്ല കേട്ടോ. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ് നമ്മൾ നോക്കുന്നില്ല ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യുമ്പം. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ദ ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു മോട്ടിവേറ്റ് ചെയ്യുക കസ്റ്റമറേനെ ടു കറക്റ്റ് ടൈമിൽ സ്പെസിഫൈഡ് പീരീഡിൽ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഡിസ്കൗണ്ടാണ് അത്? ക്യാഷ് ഡിസ്കൗണ്ടാണ് അങ്ങനെ കൊടുക്കുക അല്ലേ. ഓക്കെ, പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ടാണ്. ഓർത്ത് വയ്ക്കുക, എപ്പോഴും ചോദിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ട്രയൽ ബാലൻസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട്. ട്രയൽ ബാലൻസ് എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് തരിക? കറക്റ്റ് അരിത്തമെറ്റിക്കൽ ആക്യുറസിയാണ് കേട്ടോ. പോസ്റ്റിങ്ങിലുള്ള കറക്റ്റ് അരിത്തമെറ്റിക്കൽ ആക്യുറസി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഇൻഫർമേഷൻ തരുന്നത്. ഇനി അടുത്തത് ഫോർമുല അസറ്റ്സ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത് ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ബേസ്ഡ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റാണ്? അസറ്റ്സ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതാ ഉത്തരം? ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് വരിക കേട്ടോ. അസറ്റ്സ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. അടുത്തത് വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേജസ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അത് ഏത് അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താണ്? ഒരു ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിന് വേണ്ടി ഇൻസ്റ്റാളേഷൻ്റെ ചാർജസ് ഒക്കെ ഏതിലാണ് വരിക? ഏത് എക്സ്പെൻഡിച്ചറിലാണ് വരിക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കേട്ടോ. അടുത്തത് ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? എ ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ പർച്ചേസറാണോ, ഡ്രോയറാണോ, പേയി ആണോ, സെല്ലറാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലറാണ്. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്? ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ് കേട്ടോ. 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ്. അടുത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ഡസ് നോട്ട് വാരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് വാരി ചെയ്യാത്തതെന്നാണ്. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ഡസ് നോട്ട് വാരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയാലും വാരി ചെയ്യാത്ത ഇത് ഏത് തരത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ മോർട്ടിഗേജ് ഓഫ് എഗ്രിമെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഹൈപ്പോത്തിക്കേഷൻ തന്നിട്ടുണ്ട്, ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റുകൾ മാറുമ്പം സെൻട്രലിന് വരുന്ന നിയമങ്ങളാണെങ്കിൽ നമുക്ക് മാറ്റം വരില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണെങ്കിൽ മാറ്റം വരും അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് അമെൻമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റം വരും. ഇപ്പോൾ നമ്മുടെ KCS ആക്ട് എടുക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റുകളുമാണ് ആക്ട് അമെൻഡ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്റ്റേറ്റിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. ഇത് പറയുന്നത് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതുപോലെ പ്രോമിസറി നോട്ട്, ഷെയർ ട്രാൻസ്ഫേഴ്സ് ഒക്കെ പാർലമെൻ്റ് ആണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് റിമൈൻസ് യൂണിഫോം അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് ആയിരിക്കും. ഓക്കെ. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി സെൻട്രൽ സബ്ജക്റ്റാണ്. സെൻട്രൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിനാണത് മാറ്റം വരുത്താനും ഉണ്ടാക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് കേട്ടോ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രോമിസറി നോട്ടിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഷെയർ ട്രാൻസ്ഫറിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ഓരോ സ്റ്റേറ്റൊന്നും വാരി ചെയ്യില്ല. ബാക്കിയുള്ള മോർട്ടിഗേജ് ആണെങ്കിലും ഹൈപ്പോത്തിക്കേഷൻ ആണെങ്കിലും ഗ്യാരണ്ടീസ് ആണെങ്കിലും ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ വരുന്നതായതുകൊണ്ട് അവർക്ക് അമെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, പ്രോമിസറി നോട്ട് വെച്ചിട്ടും ചോദിക്കാം അല്ലേ, ഷെയർ ട്രാൻസ്ഫേഴ്സ് വെച്ചിട്ടും ചോദിക്കാം. അതൊക്കെ ചോദിച്ചാലും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വാരി ആവില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെൻട്രലിൻ്റെ പരിധിയിൽ പെട്ട കാരണം കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ മാക്സിമം എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഇൻ ആൻ അവാർഡ് ഗിവൺ ബൈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇപ്പോൾ ഒരു അവാർഡ് തന്നു.
അപ്പോൾ അതിൻ്റെ മാക്സിമം കോമ്പൻസേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം പിന്നെ മെൻ്റൽ അഗണിക്കും ഹറാസ്മെൻറ്റിനുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 20 ലക്ഷം ആൻഡ് 1 lakh ടു കംപ്ലൈൻറ്റ് ഫോർ മെൻ്റൽ അഗണി ആൻഡ് ഹറാസ്മെൻറ്റ്. നമുക്ക് മാനസികപരമായി വധയ്ക്കും ഹറാസ്മെൻറ്റിനുമൊക്കെ മാക്സിമം എത്ര തുക? 1 ലക്ഷവും അല്ലാത്തതിനാണ് 20 ലക്ഷവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. 20 lakh ആൻഡ് 1 lakh ഫോർ മെൻ്റൽ അഗണി. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയൊരു മാറ്റം വന്നു. ഇപ്പോൾ ജൂലൈ ഫസ്റ്റിന് ചെറിയൊരു മാറ്റം വന്നു. പക്ഷെ നമ്മളത് എക്സാമിന് ഉൾക്കൊള്ളണോ ചോദിച്ചാൽ CSEB എടുക്കുമോയെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള എക്സാമിനൊന്നും വരുന്നുണ്ടാവില്ല. RBI അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിമിറ്റുകൾ. ഒന്ന് ജസ്റ്റ് പറയണേ ഉള്ളൂ കേട്ടോ. റിസർവ് ബാങ്ക് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2026 കുറച്ച് പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 1, 2026 തൊട്ടിട്ട് ഈ ഒരു മാക്സിമം ഉള്ള ലോസ് കോമ്പൻസേഷൻ 20 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. മെൻ്റൽ അഗണി ആണെങ്കിൽ 1 ലക്ഷമാണ് നമ്മൾ പഠിച്ചിരുന്നത്, 3 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം പറയുകയാണ്, CSEBയുടെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ, അല്ലാതെ എഴുതരുത്. പിന്നെ കറക്റ്റ്, അതായത് ഇപ്പോൾ 20 തന്നെ ആണെങ്കിൽ ഒരുവിധം മത്സര പരീക്ഷകൾക്കൊന്നും ചിലപ്പോൾ മാറില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ CSEBയുടെ ആണ്, പഴയ തന്നെയാണ് എടുക്കാൻ സാധ്യത. 20 ലക്ഷവും 1 ലക്ഷവും കേട്ടോ. സോ അതില്ല, ഇതുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കുക. ഓക്കെ, ഇതുണ്ടെങ്കിൽ പിന്നെ അത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. കാരണം 1 ജൂലൈ 2026 തൊട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആൻസറായിട്ട് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അറിയില്ല, എന്തായാലും പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, പുതിയൊരു പിന്നെ ഇത് പഠിച്ചു വയ്ക്കുക, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെ വന്നിട്ടുണ്ട് 1 ജൂലൈ 2026 തൊട്ടിട്ട് 20 lakh 30 lakhും 1 lakh 3 lakhും ആയിട്ടുള്ള ഇപ്പം തന്നെ ചിലപ്പോൾ മാറ്റം വന്നുകൊള്ളണമെന്നില്ല. അടുത്തത്, വിച്ച് ആക്ട് പ്രൊഹിബിറ്റ്സ് ഇഷ്യൂവൻസ് ഓഫ് ഡിമാൻഡ് പ്രൊമിസറി നോട്ട്സ് പേയബിൾ ടു ബിയറർ ബൈ എനിബഡി എക്സെപ്റ്റ് RBI ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് നമ്മുടെ DPN പോലത്തെ, അതായത് ഇതിലിപ്പോൾ പറയുന്നത് കറൻസി നോട്ടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? RBIക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മാത്രമേ അവകാശമുള്ളൂ. ശരിയാണല്ലോ. RBIക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മാത്രമാണ് എന്ത്? RBI വെച്ചാൽ സെൻട്രൽ ബാങ്കിനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യാൻ ഡിമാൻഡ് പ്രോമിസറി നോട്ടുകൾ പോലത്തെ എന്ന് പറയണത്. അതായത് ഇവിടെ ഡിമാൻഡ് പ്രോമിസറി നോട്ടുകൾ ഉദ്ദേശിച്ചത് കറൻസി നോട്ടുകളാണ്. അത് പേയബിൾ ടു ബിയറർ ഓർ അങ്ങനെ ഒരു ഫോമിൽ കൊടുക്കുന്നത് ആർക്ക്? RBIക്കും ഗവൺമെൻറ്റിനും ഒഴികെ മറ്റാർക്കും എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. RBIക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ആകാമെന്നാണ് പറയുന്നത്. അത് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് പറയുന്ന സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 31 ഓഫ് RBI ആക്ട് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 31 ഉത്തരമായിട്ട് വരിക കേട്ടോ. സെക്ഷൻ 31 പ്രത്യേകം പറയുന്നുണ്ട് കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? RBIക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മാത്രമേ ഉള്ളൂ എന്ന്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ പണി ചെയ്യുന്നത് RBI ആണെന്ന് മാത്രം. അപ്പോൾ സെക്ഷൻ 35 എന്താ നോക്കാം. BR ആക്ടിൻ്റെ സെക്ഷൻ 35 എന്താണ്? എംപവേഴ്സ് ദ RBIക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ. ഇൻസ്പെക്ഷനാണ് സെക്ഷൻ 35 ഇൻസ്പെക്റ്റ് ചെയ്യാണ്. എനി ബാങ്കിങ് കമ്പനി ഇറ്റ്സ് ബുക്കും അക്കൗണ്ടും ഡോക്യുമെൻസും എനി ടൈമിൽ വേണമെങ്കിലും ആർക്ക്? RBIക്ക് ഇൻസ്പെക്ഷൻ നടത്താം എന്ന് പറയുന്നതാണ് സെക്ഷൻ 35 കേട്ടോ. BR ആക്ടിൻ്റെ സെക്ഷൻ 35. പിന്നെ അടുത്ത ഓപ്ഷനുള്ളത് സെക്ഷൻ 31 ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 31 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് 26 തൊട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. സെക്ഷൻ 26 ഒരു ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. എനി പേഴ്സൺ, അതായത് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് മേ ബൈൻഡ് ദംസെൽസ് ഓൺ. ഇപ്പോൾ നമ്മളൊരു പേഴ്സൺ കോമ്പീറ്റാണ്, ആൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആൾക്കാണ് എന്ത് പേഴ്സണൽ ലയബിലിറ്റി ഉള്ളത്, അല്ലേ, കപ്പാസിറ്റി ഉള്ളത്. പക്ഷേ ഇവിടെ മൈനറുടെ കാര്യം പറയുമ്പോൾ മൈനർ ക്യാൻ ഡ്രോ, എൻഡോസ് ഓർ ഡെലിവർ ഇൻസ്ട്രുമെൻറ്റ് ടു ബൈൻഡ് അതേഴ്സ് ബട്ട് ഹി കനോട്ട് പേഴ്സണലി ലയബിൾ എന്ന് പറയുന്ന സെക്ഷൻ 26 ആണ്. സോ അതുകൊണ്ടാണ് 26 ഇമ്പോർട്ടൻ്റ് ആവുന്നത് കേട്ടോ. ഈ മൈനർ ക്യാൻ ഡ്രോ, എൻഡോസ് ഓർ ഡെലിവർ ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യാം, പക്ഷേ ആൾ സ്വന്തം പേഴ്സണലി ലയബിൾ അല്ല. ആളെ കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 26 പറയുന്നത്. ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. മൈനർ ക്യാൻ, ആ ഒരു പോയിൻ്റ് മാത്രം ഇതിൽ നോക്കി വെച്ചാൽ മതി കേട്ടോ. അത് എവിടെയാണ് പ്രസ്താവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26 സെക്ഷൻ 26 ഓർത്ത് വയ്ക്കാം.
പിന്നെ 27 ഏജൻസീനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഉള്ള കണ്ടൻറ്റൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും പറയുകയാണ്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ചെയ്തു, ഡ്രോൺ ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു, എൻഡോസ് ചെയ്തു. ഒരു ഓതറൈസ്ഡ് ഏജൻ്റാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇൻ ദ നെയിം ഓഫ് എ പ്രിൻസിപ്പൾ, അയാളുടെ പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ബൈൻഡിങ് ലയബിലിറ്റി ഓൺ ദ പ്രിൻസിപ്പൾ. ലയബിലിറ്റി ആർക്കാണ്? ഒരു ബൈൻഡിങ് ലയബിലിറ്റി ആർക്കാണ്? ഓൺ ദ പ്രിൻസിപ്പളിന് മേലെ ഉണ്ടാവും അല്ലേ. സെക്ഷൻ 28 പറയണത് ഏജൻറ്റ് സൈൻ ചെയ്യുമ്പം അയാൾക്കുള്ള ലയബിലിറ്റിയാണ്. ആൻ ഏജൻറ്റ് ഹൂ സൈൻസ് ദെയർ നെയിം വിത്തൗട്ട് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദേ ആർ ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഫോർ എ പ്രിൻസിപ്പൾ ബിക്കംസ് പേഴ്സണലി ലയബിൾ ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്. ആളൊരു ഏജൻ്റ് ആണെന്ന് പറയാതെയാണ്, ഹൂ സൈൻസ് ദെയർ നെയിം വിത്തൗട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, ആളൊരു ഏജൻ്റ് ആണോ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഹി വാസ് പേഴ്സണലി ലയബിൾ ഓൺ ദ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 28. സെക്ഷൻ 29 എന്താ വെച്ചാൽ ലയബിലിറ്റി ഓഫ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് സൈൻ ചെയ്യുമ്പം ആൾക്കുള്ള ലയബിലിറ്റിയാണ് സെക്ഷൻ 29. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇവിടെ 31 നമ്മൾ ഓപ്ഷനിൽ 31. ലയബിലിറ്റി ഓഫ് ഡ്രോയർ ആണ് 30, ലയബിലിറ്റി ഓഫ് ഡ്രോയി ആണ് 31 കേട്ടോ. അപ്പോൾ ലയബിലിറ്റി ഓഫ് എ ഡ്രോയി ആണ് എന്ത്? സെക്ഷൻ 31. അപ്പോൾ സെക്ഷൻ 31 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല, ഓപ്ഷനിൽ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 31 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്താ? സെക്ഷൻ 31 എന്താണ്? ലയബിലിറ്റി ഓഫ് ഡ്രോയി ഓഫ് ചെക്കാണ്. ലയബിലിറ്റി ഓഫ് ഡ്രോയർ തൊട്ട് മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട് സെക്ഷൻ 30 കേട്ടോ. അപ്പോൾ ഇതിൽ 26ാമത്തെ സെക്ഷൻ മൈനറുടെ കാര്യം പറയണത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ 35 എന്താണ്? ഇൻസ്പെക്ഷനാണ് കേട്ടോ. ബാങ്കിങ് കമ്പനികളെ ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള RBIയുടെ പവറാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻലാൻഡ് ബിൽ? ഇൻലാൻഡ് ബിൽ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ ബട്ട് ബൈ പേഴ്സൺ നോട്ട് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആരല്ല? ബട്ട് ബൈ എ പേഴ്സൺ നോട്ട് റെസിഡൻ്റ് അല്ല. ഡ്രോൺ ഇൻ ഇന്ത്യ ആണ്, പേയബിൾ ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ അത് ഇൻലാൻഡ് ബില്ലാണല്ലോ, ആണ്. നമ്മൾ ഇൻലാൻഡ് ബില്ലിൻ്റെ കാര്യത്തിൽ ആൾ റെസിഡൻ്റ് ആണോ അതൊന്നും നോക്കണ്ട, റെസിഡൻറ്റും അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ബില്ല് ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ എന്ന് വന്നാൽ അതൊരു ഇൻലാൻഡ് ബില്ലാണ്. ഓക്കെ, ബിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ, അപ്പോൾ അത് ഇൻലാൻഡ് ബില്ലാണ്. ബിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, അപ്പോൾ അത് ഇൻലാൻഡ് ബില്ലല്ല, അപ്പോൾ അത് ഫോറിൻ ബില്ലാണ് കേട്ടോ. ബൈ എ പേഴ്സൺ റെസിഡൻറ്റ്, ആൾ റെസിഡൻ്റ് ആണെങ്കിൽ പോലും പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഫോറിൻ ബില്ലാണ്. സോ ഇവിടെ അതാണ് എന്ത് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇവിടെ നോട്ടാണല്ലോ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതാണ് നമ്മൾ ഉത്തരമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ 30 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഫോൾഡറായിട്ട് കൊടുക്കാം, ഫോൾഡർ വൈസ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.